തക്കതായ വളരെ വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ഇത് കുട്ടികളെന്നുള്ളൊരു പരിഗണന അവർക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ഇല്ല, കുട്ടികളല്ല, അവർ മുഹൂർത്ത ചട്ടമ്പിയാരാണ്. ഇവരെ പോലുള്ളവർ ഇവർക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള പിള്ളേർ ഇതിനപ്പുറം ചെയ്യും. ഹലോ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൊന്നുമോൻ ഷഹബാസിന്റെ കൊലപാതകത്തിൽ അവന്റെ നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ടായിട്ട് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ നമുക്ക് വന്ന വീഡിയോസും അതുപോലെ തന്നെ വോയിസ് ഒക്കെ കേട്ടിട്ട് നമുക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നി. ഇന്നും അവന്റെ മരണത്തെ ഓർത്ത് കരയുന്നവരാണ് നമ്മളെല്ലാവരും. ഒരിക്കൽ പോലും നമുക്ക് അവനെ മറന്നു കളയാൻ കഴിയുന്നില്ല. നമുക്ക് വരുന്ന മെസ്സേജുകൾ പറയുന്നുണ്ട്, ആ കുട്ടി മരിച്ച് ഇത്രയും ദിവസമായിട്ടും നമുക്കത് മനസ്സിൽ നിന്ന് പോകുന്നില്ല, നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പുറത്ത്, അതായത് ഗൾഫിൽ നിന്ന് ഒരാള് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആള് നമ്മളോട് പറയുന്നത് എനിക്ക് വീഡിയോസ് എടുക്കാൻ കഴിയൂല, കാരണം ഞാൻ കരഞ്ഞു പോകുകയാണ് വീഡിയോസ് എടുക്കുമ്പോൾ. എന്നിട്ട് നമുക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്നും ഒരിക്കലും കേട്ടിരിക്കാൻ കഴിയില്ല. കാരണം അയാൾ പറയുന്ന പോലെ തന്നെ എനിക്ക് അവനെ അറിയില്ല, ഷഹബാസ് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവന്റെ മരണം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല, എന്നും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ നമ്മളോട് പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ കുറച്ച് വീഡിയോ അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് കമന്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഓരോ വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കിട്ടിയതെല്ലാം ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് നോക്കുക. കോഴിക്കോട് താമരശ്ശേരിയിൽ കൂട്ടുകാർ അടിച്ചു കൊന്ന ആ എൻ്റെ ഷഹബാസ് മോന്, നമ്മുടെയും ഷഹബാസ് മോനാണ്, നമ്മുടെ പൊന്നാര മോനാണത്. നമുക്ക് എല്ലാവർക്കും നാട് മൊത്തത്തിൽ. അതുകൊണ്ട് നമുക്ക് സങ്കടം മാറണമെങ്കിൽ യവന്മാരെ അതുപോലെ തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ ഈ നാട്, അതായത് നമ്മൾ ആറ്റിങ്ങലാണ് താമസിക്കുന്നത്. നമ്മുടെ നാട് മൊത്തത്തിൽ പറയുന്ന യവന്മാരെ അത്ര എണ്ണത്തിന് യവനെ ആരെല്ലാം അടിച്ചു കൊന്ന് അതിൽ പങ്കുണ്ട് അവനെയൊക്കെ തൂക്കി തന്നെ കൊല്ലണം. അവനൊക്കെ കൊച്ചു കുട്ടികളായിട്ട് തള്ളിക്കളയാൻ പറ്റൂല. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്, ഞാനൊരു ടീച്ചറാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു പൊന്നുമോൻ്റെ ജീവൻ ഇല്ലാണ്ടാക്കിയ ദ്രോഹികൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. ആ പൊന്നുമോൻ്റെ മുഖം മനസ്സിൽ ആലോചിക്കുമ്പോൾ കണ്ണുനീരില്ലാതെ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. എത്ര ദിവസമായിന്നറിയോ ആ പൊന്നുമോൻ്റെ മുഖം കൊന്നു കളഞ്ഞില്ലേ ദുഷ്ടന്മാരെല്ലാവരും കൂടെ കൊച്ചിനെ. എന്നിട്ട് പോലീസ് എസ്കോർട്ടോടുകൂടി നിയമത്തിന്റെ പിൻബലത്തോടു കൂടിയിട്ട് അവർ എക്സാം എഴുതി. ആ മോനും എക്സാം എഴുതാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ, അവനും ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ലേ. ആ കൊച്ചിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ട് അവന്റെ മരണവാർത്ത അറിഞ്ഞ് ഇന്നും നെഞ്ചു പൊട്ടി കരയുന്ന ഒട്ടേറെ അമ്മമാരുണ്ട് കേരളത്തില്. ഒരു കാരണവശാലും ആ ചെയ്ത ദ്രോഹികളെ രക്ഷപ്പെടരുത്. ആ കൊച്ചിന്റെ ജീവന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ആ കൊച്ചിന്റെ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ കേരളത്തിലെ ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും ജാതിയോ മതവും നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ ആ കുടുംബത്തോടൊപ്പം നിൽക്കണം. ഒരു കാരണവശാലും ആ 5 പേരും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. അതിനായിട്ട് നമുക്കൊപ്പം നിൽക്കാം. ഷഹബാസിനൊപ്പം, അവൻ്റെ കൂട്ടുകാർക്കൊപ്പം, കുടുംബത്തോടൊപ്പം. ഇത്ര മാത്രമേ ഇപ്പൊ പ്രാർത്ഥനയിലുള്ളൂ. ആ കൊച്ചിന് നീതി കിട്ടിയേ പറ്റൂ. ആര് മരിച്ചാലും ഏതെല്ലാം നിലക്ക് മരിച്ചാലും നമ്മളൊരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ ഭാഗം വിട്ട് മറന്ന് പിന്നെ വേറെ എന്തെങ്കിലും ആയി പുതിയത്. പക്ഷെ ഷഹബാസ് മോന്റെ മരണം, എന്റെ പഠിച്ചോനെ, ഇതെപ്പോഴാണ് എനിക്ക് പഠിച്ചോനെ ഇതിലൊന്നൊരു എനിക്കറിയില്ലേ. വിദ്യാഭ്യാസം കരഞ്ഞു വെച്ചാൽ കരഞ്ഞു പോവാണ്. പറയുമ്പോ ഷഹബാസ് മോനെ എനിക്ക് അറിയില്ല, നമ്മുടെ ഷഹബാസിന്റെ നാട്ടുകാരനല്ല, ഒന്നുമല്ല. പക്ഷെ എന്ത് ചെയ്യും, ആ മോനെ ഉത്തരം കിട്ടുന്നില്ല. എന്തൊക്കെ മനസ്സിന് മാനസികമായി തമർന്നു വന്നു. വേറെ ഒരു ചിന്തയില്ല. കിടക്കുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും ആ മോന്റെ ചിന്ത മാത്രം. വീഡിയോ ഇടാൻ കയ്യില അത്രയും കരഞ്ഞു പോകുന്നു. ഞാനിതാ ആ കാര്യത്തിൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്നിട്ട് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്, സമയമായിട്ടില്ല. ആ കാര്യത്തിൽ ഇപ്പോഴും മാറുന്നില്ല എനിക്ക്. ഞാൻ വീഡിയോ ഇടാൻ ആവൂല എനിക്ക്. ഞാൻ എന്താ അറിയില്ല, എനിക്ക് അത്രയും എൻ്റെ ഷഹബാസ് മോനെ നീതി ലഭിക്കണം. ഇനിയൊരു ഷഹബാസും ഇതുപോലെ അനുഭവിക്കരുത്. ഇനിയൊരു അമ്മയും എന്നെപ്പോലെ കരയാൻ
അവസരം കൊടുക്കരുത്. ഷഹബാസ് മോന് നീതി കിട്ടിയേ മതിയാവൂ. താമരശ്ശേരിയിലെ ആ കൂട്ടുകാരെല്ലാം കൂടി ഒരു ക്രൂരകൃത്യം ചെയ്ത ആ കുട്ടിയുടെ കാര്യം അറിയാലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? കേരളത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികൾ ചേർന്ന് ചെയ്ത പ്രവൃത്തിയാണ്. സഹിക്കാൻ പറ്റും. നമ്മളൊരു മോനാണെങ്കിൽ നമ്മൾ എങ്ങനെ സഹിക്കും? അതും കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞ്. നമുക്ക് ഒരിക്കലും ആ കുറ്റകൃത്യം ചെയ്ത ആൾക്കാർ ഒരിക്കലും പുറത്തു വരരുത്. കാര്യം നമ്മൾ അത്രയും പ്രാർത്ഥനയോടെയാണ് ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചത്. പക്ഷെ കിട്ടിയില്ല. ഏത് ദൈവം കേട്ടാലും കേട്ടില്ലെങ്കിലും ആ കൊച്ചിനെ നീതി കിട്ടണമെന്നാണ് പറയുന്നത്. അതെ അതെ. ഇപ്പൊ ഈ കൊന്ന കുട്ടികളും അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പം അവർക്ക് അങ്ങനെ അവരെ പരീക്ഷ എഴുതിപ്പിച്ചതേ തെറ്റായ കാര്യം. നിയമം മാറണം എന്ന് തന്നെയാണ് പറയുന്നത്. നിയമം മാറുക തന്നെ വേണം. കാര്യം അതുപോലത്തെ കുട്ടികൾ തന്നെയാണ് ഇവരും. ആ ഷഹബാസും എക്സാം എഴുതി എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ആ രക്ഷകർത്താക്കൾ അവരെ വളർത്തിയെടുത്തത്. ഇത് ചെയ്തത് വളരെ തെറ്റായി പോയി. അവരെ പരീക്ഷ എഴുതിപ്പിക്കുകയും ചെയ്യരുതായിരുന്നു. നിയമം മാറണം എന്ന് തന്നെയാണ്. നിയമം മാറുക തന്നെ വേണം. അതെ അതെ. ഷഹബാസിന് വേണ്ടിയിട്ട് നീതി കിട്ടുന്നതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അവരെ പ്രോത്സാഹിപ്പിച്ച് മുകളിലോട്ട് കൊണ്ടുവരരുത്. അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത്. അപ്പോൾ അതിലെ മാനസിക പ്രയാസം അവർക്ക് ഉണ്ടാവുള്ളൂ. അവർക്കിപ്പോൾ സന്തോഷമായിട്ട് നടക്കുകയല്ലേ. അവർക്കൊരു കുഴപ്പമില്ല. നമ്മുടെ ഇപ്പോഴത്തെ നിയമത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? നമ്മളെ ഇപ്പോഴത്തെ നിയമം എന്ന് പറഞ്ഞാൽ അലവലാതി നിയമമാണ്. ദുബൈയിലെ ഇത് ഇവിടെ നമ്മളെ കേരളത്തിൽ വന്നെങ്കിലേ പറ്റൂ. നിയമം മാറണമെന്ന് തന്നെയാണല്ലേ? ഇത് മാറിയേ പറ്റൂ. അതായത് പോലീസുകാരെന്ന് പറഞ്ഞാൽ മന്ത്രി പറയുന്നതിനപ്പുറമില്ല. വോട്ട് ചോദിക്കാൻ എല്ലാ വീട്ടാന്തോറും ഇറങ്ങിക്കയറി വരും. എല്ലാവരുടെ കാലും കൈയും പിടിച്ച് നക്കി വോട്ട് മേടിക്കും. അവസാനം വോട്ട് കഴിഞ്ഞ് അവരങ്ങ് മേല് കയറുമ്പോൾ അവരെ വിട്ട് ചെല്ലുമ്പോൾ ഇപ്പം സമയമില്ല, നാളെ വാ, മറ്റടുത്ത് വാ, മറിച്ചടുത്ത് വാ. ഇവരൊക്കെ എന്തിനു കയറുന്നത്? ഒരു മന്ത്രി ഇതിലേ പോയാൽ നമുക്ക് പെട്ടെന്ന് അപ്പുറം പോകാനൊക്കെ ഒരു ആശുപത്രിയിലേക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ പറ്റുമോ? ജനങ്ങളെ ഇടയ്ക്കുന്നല്ലേ കയറിപ്പോയത്. ഇവരെ തിരിച്ച് താഴോട്ട് ഇറങ്ങൂല്ലേ അവര്? അതന്നെ. ഈ കുട്ടികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. തക്കതായ വളരെ വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ഇത് കുട്ടികളെന്നുള്ളൊരു പരിഗണന അവർക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ഇല്ല. കുട്ടികളല്ല, അവർ മുഹൂർത്ത ചട്ടമ്പിയാരാണ്. ഇവരെ പോലുള്ളവർ ഇവർക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ ഇനിയുള്ള പിള്ളേർ ഇതിനപ്പുറം ചെയ്യും. അപ്പൊ ഇവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതാണെന്നാണ് ഞാൻ. നിങ്ങൾ എല്ലാവരും വീഡിയോസും അതുപോലെ തന്നെ കമന്റ്സും അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകളൊക്കെ കേട്ടില്ലേ? എത്ര ഇമോഷൻസ് ആയിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ഇനി ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്. നമുക്കും അതാണ് പറയാനുള്ളത്. ഇനി ഒരു ഷഹബാസ് ഉണ്ടാകരുത്. ഇനി ഒരു മാതാവിനോ അല്ലെങ്കിൽ ഒരു പിതാവിനോ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അവന് നീതി കിട്ടണം. അത് തന്നെയാണ് നമ്മളും പറയാനുള്ളത്. ഇത്രത്തോളം ആളുകൾ അവന്റെ മരണത്തെ ഓർത്ത് കരയുന്നുണ്ട്. ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നലെ വരെ വന്ന മെസ്സേജുകളിൽ പറയുന്നുണ്ട്, എനിക്ക് അവൻ മരിച്ച ഷോക്ക് എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. എനിക്ക് അവൻ ആരാന്ന് അറിയില്ല, അവൻ എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ജസ്റ്റ് നമ്മൾ കേട്ടു ഇങ്ങനെ സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊന്ന ഒരു കുട്ടിയാണെന്ന് കേട്ട് മാത്രം പരിചയം. പക്ഷെ ഇന്ന് എന്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. ഞാനും വളർത്തുന്നുണ്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവന് നീതി കിട്ടും തന്നെ ഉറച്ചു വിശ്വസിക്കാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരുന്നു. ബൈ.